അപ്പോൾ നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഫ്രം ആൽക്കഹോൾസ് അല്ലെ, ആൽക്കഹോൾസിൽ നിന്ന് ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ ഹൈഡ്രോ കാർബൺസിൽ നിന്നും ഉള്ള ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ വളരെ നന്നായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹാലജൻ എക്സ്ചേഞ്ചിലൂടെ ഹാലജൻസിന്റെ എക്സ്ചേഞ്ച് നടത്തി എങ്ങനെ ഹാലോ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുക അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് ഇതുവരെ പ്രിപ്പറേഷൻസ്? ഫ്രം ആൽക്കഹോൾസ് നമ്മൾ വളരെ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞു. ദെൻ ഹൈഡ്രോ കാർബൺസിൽ നിന്നുള്ള പ്രിപ്പറേഷനും നോക്കി അല്ലെ. ഇനി നമുക്കുള്ളത് ഹാലജൻ എക്സ്ചേഞ്ചിലൂടെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇത്രയും നേരം ഉള്ള പ്രിപ്പറേഷൻ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്രയും നേരം ഉണ്ടാക്കിയ എല്ലാ പ്രോഡക്ട്സിലും ആരാ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്? ഒന്നുകിൽ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ അല്ലെ. ക്ലോറിൻ ബ്രോമിൻ, ക്ലോറിൻ ബ്രോമിൻ, ഇങ്ങനെ തന്നെയാണ് നമ്മൾ ആൽക്കഹോൾസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ കണ്ടു. അതേപോലെ ഹൈഡ്രോ കാർബൺസിൽ നിന്നുള്ള പ്രിപ്പറേഷനും കണ്ടത് അല്ലെ. എവിടെ പോയി നമ്മുടെ ഫ്ലൂറിനും അയോഡിനും അവിടെ പ്രിപ്പറേഷൻ നമ്മൾ കണ്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു തരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് ഷുവർ ആയിട്ട് റിപ്പീറ്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഹാലജൻ എക്സ്ചേഞ്ചിൽ നിന്നും ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കത് എങ്ങനെയൊക്കെയാണ് നോക്കാം. സി, ഇപ്പോ അതിൽ തന്നെ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. രണ്ട് മെത്തേഡ്സിനും കൃത്യമായ നെയിം ഉണ്ട്. ഫിംഗർസ്റ്റൺ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷൻ. എന്താണ് ഫിംഗർസ്റ്റൺ റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ? ഓക്കെ, അപ്പൊ ഇതിൽ ഫിംഗർസ്റ്റൺ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുക നമുക്ക് നോക്കാം അല്ലെ. ഫിംഗർസ്റ്റൺ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ്, അത് ആരൊക്കെയാണ് ഇവിടെ എക്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ക്ലോറിൻ ഓർ ബ്രോമിൻ. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് ആരാവാം? ഒന്നുകിൽ ക്ലോറിൻ ആവാം അല്ലെങ്കിൽ ബ്രോമിൻ ആവാം. ഓക്കെ, അപ്പൊ എന്താണ് ആൽക്കൈൽ ക്ലോറൈഡ് ആവാം അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡ് ആവാം. ഓക്കെ, സി, ഈ ആൽക്കൈൽ ക്ലോറൈഡിനെയോ ബ്രോമൈഡിനെയോ നമ്മൾ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? സോഡിയം അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ. അപ്പൊ ഡ്രൈ അസറ്റോൺ മീഡിയത്തിൽ സോഡിയം അയഡൈഡ് ആയിട്ട് ആൽക്കൈൽ ക്ലോറൈഡിനെയോ ബ്രോമൈഡിനെയോ ട്രീറ്റ് ചെയ്യിച്ചാൽ വി ഗെറ്റ് എന്താണ്? ആൽക്കൈൽ അയഡൈഡ്. ഓക്കെ, ആൽക്കൈൽ അയഡൈഡ്. പിന്നെ ബാലൻസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ബാലൻസ് ഉള്ള സോഡിയവും ഇവിടെ ഉള്ള എക്സും കൂടെ കമ്പൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. സി, CH3Cl പ്ലസ് sodium iodide in presence of dry acetone എന്താ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക? CH3 അല്ലെ. ക്ലോറിൻ മാറിയിട്ട് അവിടെ ആര് വന്ന് അറ്റാച്ച് ചെയ്യും? നമ്മുടെ അയഡിൻ വന്ന് അറ്റാച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ അയഡോ മീഥൈൻ കിട്ടും പ്ലസ് NaCl നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതില്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഫിംഗർസ്റ്റൺ റിയാക്ഷൻ നിങ്ങൾ എഫ് എന്ന് കാണുമ്പോൾ ഫ്ലൂറിൻ ആയിരിക്കും, ഫ്ലൂറിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും എന്ന് വിചാരിച്ച് തെറ്റരുത്. മനസ്സിൽ എപ്പോഴും വിചാരിക്കുക ഫിംഗർസ്റ്റൺ ഫ്ലൂറിൻ അല്ല, പിന്നെ ആരാണ്? അയഡിനാണ്. FI എന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഫിംഗർസ്റ്റൺ ഫ്ലൂറിൻ അല്ല, അയഡിനാണ് എന്ന് തന്നെ ഒരു കണക്ഷൻ മൈൻഡിൽ സൂക്ഷിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് തിരിഞ്ഞു പോകത്തില്ല. അപ്പോ ഫിംഗർസ്റ്റൺ റിയാക്ഷനിലൂടെ നമുക്ക് കിട്ടുന്നത് അയഡോ ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പോ അയഡിൻ ചേർന്നിട്ടുള്ള ഒരു ഹാലജൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് വെക്കുക. നമ്മൾ വീണ്ടും ഞാൻ ഒന്നുകൂടെ റിയാക്ഷൻ പറയാം. CH3Cl ക്ലോറോ മീഥൈനെ നമ്മൾ സോഡിയം അയഡൈഡിന്റെ പ്രസൻസിൽ ഏത് മീഡിയത്തിലാണ്? ഡ്രൈ അസറ്റോണിന്റെ മീഡിയത്തിൽ നമ്മൾ റിയാക്ട് ചെയ്യിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അയഡോ മീഥൈൻ കിട്ടും. ഓക്കെ, പ്ലസ് NaCl ഉണ്ടാവുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കോളൂ, സ്വാർട്സ് റിയാക്ഷൻ. ഞാൻ പറഞ്ഞു സ്വാർട്സ് റിയാക്ഷനും ഫിംഗർസ്റ്റനും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഇതാണ്. സ്വാർട്സിന് നമുക്ക് കിട്ടുന്നത്, നമ്മൾ ട്രീറ്റ് ചെയ്യിക്കുന്നത് മെറ്റാലിക് ഫ്ലൂറൈഡിനെയാണ്. ഇവിടെയും എക്സ് എന്ന് തന്നെ ക്ലോറിനോ ബ്രോമിനോ ആവാം. ഓക്കെ, ആൽക്കൈൽ ക്ലോറൈഡ്സിനെയോ ബ്രോമൈഡ്സിനെയോ നമ്മൾ മെറ്റാലിക് ഫ്ലൂറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കുമ്പോൾ വി ഗെറ്റ് എന്താ നമുക്ക് കിട്ടുക? ആൽക്കൈൽ ഫ്ലൂറൈഡ്. ഓക്കെ, ഇവിടെ മെറ്റാലിക് ഫ്ലൂറൈഡിന് കുറച്ച് എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. സി, Hg2F2, COF2, SbF3, AgF വെച്ചാണ് ഞാനിപ്പോ ഈ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്. ഇത് നമ്മുടെ Hg2F2 എന്ന് പറയുമ്പോൾ മെർക്കുറിക് ഫ്ലൂറൈഡ് ആണ്. ഇത് കൊബാൾട്ട് ഫ്ലൂറൈഡ് ആണ്. അതുപോലെ SbF3 ആന്റിമോണി ട്രൈ ഫ്ലൂറൈഡ് എന്നൊക്കെ പറയും. ഓക്കെ, ഈ നെയിം ഒന്നും അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല, ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ മെറ്റാലിക് ഫ്ലൂറൈഡിനെ ആൽക്കൈൽ ക്ലോറൈഡോ ആൽക്കൈൽ ബ്രോമൈഡോ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക?
ആൽക്കൈൽ ഫ്ലൂറൈഡ് കിട്ടാം. അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. CH3 Br എടുക്കാം നമുക്ക് അല്ലെ. നേരത്തെ നമ്മൾ ക്ലോറിനെ വെച്ചല്ലേ ചെയ്തത്. അപ്പൊ CH3 Br പ്ലസ് AgF സിൽവർ ഫ്ലൂറൈഡ് എടുക്കുന്നു. അപ്പൊ നമുക്ക് എന്താ പ്രോഡക്റ്റ്? ഈ ഫ്ലൂറിൻ വരും, ഈ ബ്രോമിൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകും അല്ലെ, നമ്മുടെ സിൽവറിന്റെ കൂടെ അങ്ങ് പോകും. അപ്പൊ നോക്കി CH3F പ്ലസ് AgBr സിൽവർ ബ്രോമൈഡ് ഉണ്ടാവും. എന്തുണ്ടാവും നമുക്ക്? ഫ്ലൂറോ മീഥേനും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഡക്ട്സ്, ഇവിടെ കിട്ടുന്ന പ്രോഡക്ട്സ്. അപ്പൊ ഇതാണ് നമ്മുടെ ഹാലോജൻ എക്സ്ചേഞ്ചിലൂടെ നമ്മൾ ഫ്ലൂറിന്റെയും അയഡിന്റെയും പ്രിപ്പറേഷൻ. ഇപ്പൊ ഫിംഗൽസ്റ്റൺ എന്ന് മനസ്സിൽ ആലോചിക്കേണ്ടത് ഫ്ലൂറിൻ അല്ല എന്നൊരു കൃത്യമായ ഒരു മൈൻഡ് സെറ്റ് വെക്കണം. ഫിംഗൽസ്റ്റൺ F ആണെന്ന് കണ്ടുകൊണ്ട് ഫ്ലൂറിനെ അല്ല, അത് ഫ്ലൂറിന്റെ പ്രിപ്പറേഷനെ അല്ല, അത് ആരുടെ പ്രിപ്പറേഷൻ ആണ്? അയഡിന്റെ പ്രിപ്പറേഷൻ ആണ്. അതേപോലെ സ്വാട്സ് കേൾക്കുമ്പോൾ ആരെ ആലോചിക്കണം? അത് ഫ്ലൂറിന്റെ പ്രിപ്പറേഷൻ ആണ്. SF, FI അങ്ങനെ ആലോചിക്കുക. FI എന്ന് പറയുമ്പോൾ ഫിംഗൽസ്റ്റൺ അയഡിന്റെ പ്രിപ്പറേഷൻ, SF എന്ന് പറയുമ്പോൾ സ്വാട്സ് റിയാക്ഷൻ ഫ്ലൂറിന്റെ പ്രിപ്പറേഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഹാലോജൻ എക്സ്ചേഞ്ചിലൂടെ ഹാലോ ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻ. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഹാലോ ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഹാലോ അറീൻസിന്റെ പ്രിപ്പറേഷൻ ഇതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഹാലോ അറീൻസിന്റെ പ്രിപ്പറേഷനുമായിട്ട്. താങ്ക് യു.